തിരുവനന്തപുരത്ത് BJP അധികാരത്തിലെത്തിയതിന് പിന്നാലെ തന്നെ നാം ആദ്യം കേട്ടത് VV രാജേഷ് ആറ്റുകാലുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളാണ്. ആറ്റുകാൽ പൊങ്കാല മനോഹരമായി നടത്തണം, ആ ഉത്സവം മനോഹരമായി നടത്തണമെന്ന് ആവർത്തിച്ചു പറഞ്ഞെങ്കിൽ ആറ്റുകാൽ പൊങ്കാല ആരംഭിച്ചതിന് പിന്നാലെ തന്നെ തുടർച്ചയായ വിവാദങ്ങൾ, കുടിവെള്ളം പോലും ലഭിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഇതിന് കാരണം? ഈ 40 വർഷങ്ങൾക്ക് ശേഷം CPM കയ്യിൽ നിന്നും നഗരസഭയുടെ ഭരണം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വെപ്രാളം CPM ഇതുവരെ വിട്ടുപോയിട്ടില്ല. ഇനി കുറച്ചാലെടുക്കും അത് വിട്ടുപോകാനായിട്ട്. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അതിൽ ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ 40 വർഷമായിട്ട് തിരുവനന്തപുരം നഗരവാസികളെ പറ്റിച്ച് നടത്തിയ കോടികളുടെ അഴിമതി. ഈ മാലിന്യം മാറ്റുന്നത് മുതൽ സ്ട്രീറ്റ് ലൈറ്റ് മുതൽ അടുത്ത മരാമത്ത് വർക്ക് വരെയുള്ളതിൽ നടത്തിയ കൊള്ളകൾ, ആ കൊള്ളകളൊക്കെ പുതിയ ഭരണസമിതി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. അങ്ങനെ അവരുടെ പൂച്ച പുറത്താവും എന്നുള്ള ഒരു ആശങ്കയാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും തരത്തിൽ ഭരണസമിതിയെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യുക. അത് CPM എല്ലാ കാലത്തും ചെയ്യുന്നതാണ്. ഇത് അവരുടെ സമയത്ത് പുത്തിരിയുള്ള കേസല്ല, അവർ സ്ഥിരമായി എടുക്കുന്ന ഒരു തന്ത്രമാണ്. അത് ഒരു വൃത്തികെട്ട രാഷ്ട്രീയ തന്ത്രമാണ്. ഇപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം അവർ പ്രധാനമന്ത്രി മീറ്റ് ചെയ്യാനായിട്ട് ന്യൂഡൽഹി പോയല്ലോ, കൗൺസിലർമാർ എല്ലാവരും കൂടി. അന്ന് ഒരു വിവാദം ശ്രീലേഖ വെച്ചുണ്ടാക്കാൻ നോക്കി, അത് ചീറ്റിപ്പോയി. എന്നിട്ട് അവരെന്താ ചെയ്തത്? ശാന്തി കവാടത്തിൽ പോയി സമരം ചെയ്തു. അവിടെ വിറകില്ല, അവിടെ ഈ വിറക് ശ്മശാനം പ്രവർത്തിക്കുന്നില്ല, അവിടെ തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സമരം തുടങ്ങി. ഈ ഭരണസമിതി അപ്പോൾ വന്നിട്ടാണ്ട് 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ 1 മാസം കൊണ്ട് വിറവ് തീർന്നോ? ഒരിക്കലുമില്ല. അതിന് ഇവർ സമരം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് കൗൺസിലർമാർ അവിടെ പോയി ആവശ്യത്തിന് ഈ പറഞ്ഞ വിറകെല്ലാം സ്റ്റോക്ക് ഉണ്ട് എന്ന് ഉറപ്പാക്കി തിരിച്ചു പോയവരാണ്. അവിടെ തൊഴിലാളികൾക്ക് യാതൊരു പ്രശ്നമില്ല, അവർക്കൊരു പരാതിയില്ല. പക്ഷെ അവരവിടെ കുടിൽ കെട്ടി അവർ സമരം തുടങ്ങി. ഈ ഉദ്യോഗസ്ഥ പിന്തുണ ഉണ്ട്, ഉദ്യോഗസ്ഥരും തീർച്ചയായിട്ടും അനുഭാവമുള്ള ഉദ്യോഗസ്ഥർ ഈ തീർച്ചയായിട്ടും. കാരണം ഈ കേരളത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കേരളത്തിലെ ഉദ്യോഗസ്ഥർ മഹാഭൂരിപക്ഷവും ഈ ഇടത് എക്കോസിസ്റ്റത്തിൽപ്പെട്ടവരാണ്. അത് ഇന്നും നില തുടങ്ങിയതല്ല. 1957 മുതൽ ഈ എല്ലാ മേഖലയിലും CPMകാർ, അത് അവരുടെ ഒരു രാഷ്ട്രീയ വിജയം കൂടിയാണ്. ബഹുജന സംഘടനകളെന്ന് പറഞ്ഞിട്ട് അവർ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ഈ എല്ലായിടത്തും. അത് സർവീസ് സംഘടനയിലുണ്ട്. അപ്പോൾ അത് അധ്യാപകരുടെ ഇടയിലുണ്ട്, ഡോക്ടർമാരുടെ ഇടയിലുണ്ട്, സിവിൽ സർവീസ് ജീവനക്കാരുടെ ഇടയിലുണ്ട്, പോലീസുകാരുടെ ഇടയിലുണ്ട്, ഫയർഫോഴ്സിൻ്റെ ഇടയിലുണ്ട്. എവിടെയൊക്കെ ഗവൺമെൻറ് സർവീസ് ഉണ്ട്, ആ ഗവൺമെൻറ് സർവീസുകളിലെല്ലാം തന്നെ ഇവർ അവരുടെ ഒരു എക്കോസിസ്റ്റം വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ സംഘടനകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഫ്രാക്ഷൻ കമ്മിറ്റികളുണ്ട്. അതായത് ഒരു ജില്ലാ കമ്മിറ്റി നേതാവിന് അതിൻ്റെ ഒരു ചുമതല കൊടുക്കും, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി നേതാവിന് ചുമതല കൊടുക്കും. പിന്നെ അവരുടെ നിയന്ത്രണത്തിലാണ് ഈ സംഘടന പ്രവർത്തിക്കുക. അപ്പോൾ ഒരു സർവീസ് സംഘടന എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അത് പാർട്ടിയാണ് നിർദ്ദേശം. ആ പാർട്ടിക്ക് അനുസരിച്ച് ഒരു എന്ത് ചെയ്യേണ്ടി വരും? പ്രവർത്തിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഒരു എക്കോസിസ്റ്റം പൊളിക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് അത്ര എളുപ്പമല്ല. ആ ഇക്കോസിസ്റ്റം കോർപ്പറേഷൻ വളരെ സജീവമാണ്. KMCC എന്ന് പറയുന്ന മുനിസിപ്പൽ സ്റ്റാഫ് കോർപ്പറേഷൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടനയാണ് ഈ പറഞ്ഞതുപോലെ ഇവരുടെ ഈ എക്കോസിസ്റ്റം നഗരസഭയിൽ നിയന്ത്രിക്കുന്ന ആളുകളെന്ന് പറയും. പിന്നെ NGO യൂണിയനും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ ഉപയോഗിച്ചാണ്, ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചിട്ടാണ് അവർ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? ഇത്തരം തരികിടകൾ കാണിക്കുന്നത്. അപ്പോൾ അത് ഇവർക്കതുള്ള പ്രയോജനം എന്താ? നാളെ ഒരു കാലത്ത് സർക്കാരിൽ നിന്നും ഈ ജീവനക്കാർക്ക് അർഹമായ പ്രതിഫലമോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സ്ഥാനക്കയറ്റമോ ഒക്കെ നൽകി അവരെ സംരക്ഷിക്കും. ഇത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്ത് വൃത്തികേടും ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവും എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഈ നമ്മുടെ ഈ ശവസംസ്കാരത്തിന് ബന്ധപ്പെട്ടുള്ള കേസുകൾ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ആറ്റുകാലിൽ വരികയാണെങ്കിൽ ഈ ഡോക്ടർമാരും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടല്ലോ, ചില വെല്ലുവിളികളെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഈ പറഞ്ഞ മറ്റൊരു CPM ബാക്ക്ഡ് ബഹുജന സംഘടനയാണ് KGMCT എന്ന് പറയുന്ന കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് CPMന്റെ ബഹുജന സംഘടനയാണ്. അപ്പോൾ അതിന് നയിക്കുന്നവരെല്ലാം, എൻ്റെ നേതാക്കളെല്ലാം തന്നെ CPMന്റെ വളരെ വേണ്ടപ്പെട്ടവരാണ്. അവരെ നിയന്ത്രിക്കുന്നത് പാർട്ടിയാണ്, ആ സംഘടന നിയന്ത്രിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ അവർ സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവരെ ശമ്പള പരിഷ്കരണം നടത്തിയില്ല, അവർക്ക് അവർ ജോലി സമയം കൂട്ടിയില്ല, അവിടെയുള്ള ഒഴിവ് നിർത്തിയില്ല. ഇതൊക്കെയാണ് അവരുടെ ഡിമാൻഡുകൾ. അവരെന്തിനാണ് അനാവശ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പൊങ്കാലയ്ക്ക് നമ്മൾ ഡ്യൂട്ടിയിൽ ചെയ്യില്ല, നമ്മൾ സഹകരിക്കില്ല എന്ന് പറയാനുള്ള കാരണം?
ഇവരുടെ പ്രധാനപ്പെട്ട ചുമതല മെഡിക്കൽ കോളേജിൽ പണിയെടുക്കുക എന്നുള്ളതാണ്. ഇത് വരുന്ന അഡീഷണൽ ഡ്യൂട്ടിയാണ്. ആ അഡീഷണൽ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യില്ല എന്ന് ഇവർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സംഭവിച്ചു, ഞങ്ങൾ ഒരു അഡീഷണൽ ഡ്യൂട്ടി നമ്മൾ ചെയ്യില്ല. പക്ഷെ ഇവർ പറയുകയാണ് ഞങ്ങൾ പൊങ്കാല ഡ്യൂട്ടി നമ്മൾ ചെയ്യില്ല, വെട്ടുകാരുടെ ഉറൂസ് നമ്മൾ ചെയ്യില്ല എന്ന് ഇവർ പറയില്ലല്ലോ, ഭീമവള്ളിയിലെ പിന്നെ പ്രശ്നം പറയില്ലല്ലോ. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഏതെങ്കിലും തരത്തിൽ BJP-യുടെ പിന്നെ നിലവിലെ നഗരസഭ ഭരണത്തിന് ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. ഇപ്പൊ കഴിഞ്ഞ ദിവസം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മണക്കാട് വാട്ടർ അതോറിറ്റി പിന്നെ വെള്ളം കൂടി മുട്ടിച്ചു. 5 ദിവസമായിട്ട് അവിടെ വെള്ളമില്ല. കൗൺസിലർമാർ ഇന്നലെ പോയി അവിടെ പിന്നെ സമരം ചെയ്തതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്നലെ മുതൽ മണക്കാട് അറിയാമല്ലോ, ആറ്റുകാലം വെള്ളം അടുത്ത് നടക്കുന്ന പ്രദേശമാണ്. അവിടെയെല്ലാം ആയിരക്കണക്കിന് പൊങ്കാലകൾ നടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ പൊങ്കാല മഹോത്സവത്തെ ഈ പറഞ്ഞതുപോലെ ഇവര് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇവർക്ക് ഈ മനുഷ്യത്വം എന്നത് ഇല്ലാത്തൊരു പാർട്ടിയാണ് ഈ CPM എന്ന് പറയുന്നത്. അവർക്ക് ആരോടും ഒരു പ്രതിബദ്ധതയില്ല. അവർക്ക് ആകെ പ്രതിബദ്ധത പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ യജമാനന്മാരോട് മാത്രമാണ്. അല്ല, ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ തുടർച്ചയായി പരാജയങ്ങൾ ഉണ്ടാകുന്നത്. എന്നിട്ട് പോലും തിരുത്താൻ തയ്യാറല്ലേ? ആണ്, തീർച്ചയായിട്ടും അവർ തിരുത്തില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞത് അവർക്ക് അവരുടെ രാഷ്ട്രീയ അജണ്ടയും അവരുടെ യജമാനന്മാരെ തൃപ്തിപ്പെടുത്തലാണ് പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്നും അവർക്കൊരു വിഷയമേ അല്ല. പൊങ്കാല ഒരു വിഷയമല്ല, സ്ത്രീകളൊരു വിഷയമല്ല, രോഗികളൊരു വിഷയമല്ല. അവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. അവർക്ക് അവരുടെ അജണ്ട വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ പിന്നെ ആറ്റുകാൽ പൊങ്കലിന് ബന്ധപ്പെട്ട് ആഴ്ചക്ക് മുമ്പ് തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ചേർന്നിട്ട് ഒരു കോർഡിനേറ്റിംഗ് യോഗം നടന്നിരുന്നു. അതിൽ വാട്ടർ അതോറിറ്റികളൊക്കെ എല്ലാ പിന്നെ വകുപ്പുകളും പങ്കെടുത്തു. അത് സാധാരണ എല്ലാ വർഷവും നടക്കുന്നതാണ്. അപ്പോൾ അതിൽ എന്തെന്തൊക്കെ ചെയ്യേണ്ടതുണ്ടെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ അന്നേ ഉണ്ടായതാണ്. ഈ 11-ാം മണിക്കൂറിൽ വരുന്നതാണ് പൈപ്പ് കൂട്ടിയെന്നും പറഞ്ഞ് പണിക്കോടെ പോകുന്നത്. പിന്നെ ചില സ്ഥലങ്ങൾ മനഃപൂർവ്വം വാൽവ് അടച്ചു വയ്ക്കുന്നുണ്ട്. ഈ സീറ്റിൽപ്പെട്ട വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാർ ബോധപൂർവമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പല സ്ഥലത്ത് വാൽവ് അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ പൊങ്കാലയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ജലമാണല്ലോ, ശുദ്ധജലമാണ്. ആ ശുദ്ധജലം തടഞ്ഞു വെച്ച് പൊങ്കാല അട്ടിമറിക്കാനൊരു ശ്രമമുണ്ട്. 2 ഡോക്ടർമാരെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണ ഇതിൽ പൊങ്കാലയ്ക്ക് പല സ്ഥലത്തും ഈ ഡോക്ടർമാരെ എയ്ഡ് പോസ്റ്റിലുണ്ടാവും. കാര്യം ഈ ചൂട് കയറ്റ് തളർന്നു വീഴുന്ന അമ്മമാരെ ചികിത്സിക്കാനും ഏതെങ്കിലും സാഹചര്യത്തിൽ തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ചികിത്സ കൊടുക്കാനായിട്ടൊക്കെ പല സ്ഥലത്തുണ്ട്, പല ഭാഗങ്ങളായിട്ടുണ്ടാവും. അതിലവർ സഹകരിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഇതൊക്കെ ഒരു തുറന്ന വെല്ലുവിളിയാണ്. അപ്പൊ ഇത് വെല്ലുവിളി ആരോടാ? ജനങ്ങളോടാണ് വെല്ലുവിളി. അവർക്ക് എതിർപ്പ് നഗരസഭയോടാണ്. പക്ഷെ വെല്ലുവിളിക്കുന്നത് ഈ വരുന്ന അമ്മമാരെ, പൊങ്കാലയ്ക്ക് വരുന്ന അമ്മമാരുടെ സൗകര്യം വേണ്ട വെല്ലുവിളി എന്ന് പറയും. അല്ല, അതൊരു പ്രത്യേക സമുദായമാണല്ലോ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അത് ഹിന്ദുക്കളുടെ ഒരു ഉത്സവം ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്രാവശ്യം ഒരു അട്ടിമറി ഉണ്ടാക്കിയ പൊങ്കാലയെ പിന്നെ കലക്കി കഴിഞ്ഞാൽ ഇവർക്ക് പറയാം, പിന്നെ BJP വന്നിട്ടാണ് ഞങ്ങൾ ഇത്രയും കാലം ഭംഗിയായി നടത്തിയ പൊങ്കാല BJP-കാർ വന്നിട്ട് കുളമാക്കി എന്ന് പറയാനുള്ള ഒരു ശ്രമമാണ്. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP എഴുത്തി കാണിക്കുക, അല്ലെങ്കിൽ BJP-ക്ക് ഈ പറഞ്ഞതുപോലെ ഇത് നടത്താനുള്ള ശേഷിയില്ല എന്ന് കാണിക്കാനുള്ള ഒരു ബോധപൂർവ്വ ശ്രമമാണ് ഈ വൃത്തികെട്ടവരെല്ലാവരും കൂടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകം അപ്പുറം ചിലപ്പോൾ ഇനി പ്രതീക്ഷിക്കാം. വളരെ സൂക്ഷിക്കണം. മാത്രമല്ല ഈ പൊങ്കാല ദിവസങ്ങളിൽ പല സ്ഥലത്ത് ഈ അന്നദാനം വിതരണമുണ്ട്. പല സന്നദ്ധ സംഘടനകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിലും പല കാര്യങ്ങൾ കാണിക്കും ചിലപ്പോൾ CPM-കാർ. അതിനൊന്നും അവർ മടിക്കില്ല. ഒരു അല്പം സോപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 1-2 സ്ത്രീകൾക്ക് ശകലം വയറിളക്കമോ ഛർദിനോ ഉണ്ടായി കഴിഞ്ഞാൽ മതി. അത് വലിയ വാർത്തയാക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. മലയാളത്തിലെ മാധ്യമങ്ങൾ നിൽക്കുകയാണ്. BJP-ക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി അവർ റെഡിയാണ്. അവർ പറയുന്നത് നിങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കിയോ, ബാക്കി ഞങ്ങൾ പിന്നാലെ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് വേറൊരു വിഭാഗം മാധ്യമങ്ങൾ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആറ്റുകാൽ പൊങ്കാല ഈ പ്രാവശ്യം ഇറക്കാവുന്ന ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയ്ക്കും മേയർക്കും വലിയൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് അവരുടെ കണ്ണ് എല്ലാ സ്ഥലത്തും എത്തണം. എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നമുണ്ട് അവിടെ എല്ലാം ഇവർ നേരിട്ടെത്തി 100 കൗൺസിലർമാരും പിന്നെ കണ്ണിൽ എണ്ണ ഒഴിച്ചെന്നാൽ മാത്രമേ പരാതികളില്ലാതെ ഭംഗിയായി പൊങ്കാല. കൗൺസിലർമാർ എത്തുമെന്ന് നമുക്ക് സംശയമാണ്. കാരണം കോൺഗ്രസും BJP ഇന്നലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്നത് കണ്ടു. CPM-ന് ആ പരിസരത്തൊന്നും കണ്ടിട്ടില്ല. അല്ല, CPM-കാർ വരില്ല. അവർ അട്ടിമറിക്കാനല്ലേ പോകുള്ളൂ. CPM കൗൺസിലർമാർ അട്ടിമറിക്കാൻ പോകും. പക്ഷെ അവര് നമുക്ക് ആ 100-ന്റെ കൗണ്ട് ശരിയാകില്ല. അല്ല, അവരും ഈ ജനങ്ങളെ വോട്ട് വാങ്ങിയല്ലേ വന്നത്. അവരുടെ വാർഡിൽ നിന്ന് ആളുകൾ പൊങ്കാലിടാൻ വരുമല്ലോ. അവരുടെ വാർഡുകളിൽ ആൾ പൊങ്കാലിടാൻ പോകുമല്ലോ. അപ്പൊ നാളെ അവർക്ക് വോട്ട് ചോദിക്കാൻ പോകണ്ടേ? അപ്പം ഈ പൊതു സംവിധാനത്തിന്റെ ഇടയിൽ കൂടി നിന്ന് ഇവർ ഈ ബഹളം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ഈ CPM-ന്റെ വിജയിച്ച കൗൺസിലർമാർ ഇനി നഗരസഭയുടെ കൗൺസിൽ കാണില്ല. അത് ഉറപ്പാണ്. കാരണം ആറ്റുകാൽ പൊങ്കാല അത്ര പിന്നെ മഹത്തരമായിട്ടുള്ള ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു ഉത്സവമാണ്. തിരുവനന്തപുരത്തിന്റെ ദേശീയ ഉത്സവം എന്നാണ് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അതിന് കൈമയും മറന്ന് എല്ലാവരും ചേർന്ന് വിജയിപ്പിക്കാൻ വേണ്ടത്, അല്ലാതെ എവിടെ നിന്ന് വെല്ലുവിളിച്ച് അതിനെ പൊളിക്കാനല്ല ശ്രമിക്കേണ്ടത്. അങ്ങനെ പൊളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ മറുപടി
നാളെ ജനങ്ങൾ കൊടുക്കുമെന്നുള്ളതാണ് വാസ്തവം.